ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന കായിക വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യൻ പട്ടം നിലനിർത്തി തിരുവനന്തപുരം. 1779 പോയിന്റാണ് നിലവിൽ തിരുവനന്തപുരത്തിനുള്ളത്. അത്ലറ്റിക്സിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. നാളെ നടക്കുന്ന 18 ഫൈനലുകളാകും അത്ലറ്റിക്സിലെ ചാമ്പ്യന്മാരെ തീരുമാനിക്കുക. ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാനൊരുങ്ങുന്നു. ISL സീസണിന് മുമ്പ് ഹോം ഗ്രൗണ്ടായ കലൂർ സ്റ്റേഡിയത്തിലെ പണി പൂർത്തിയാകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് നീക്കം. അഹമ്മദാബാദിലേക്കോ ഹൈദരാബാദിലേക്കോ മാറാനാണ് ആലോചന. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കേറ്റ പരിക്ക് ഗുരുതരം. സിഡ്നിയിലെ ആശുപത്രിയിലുള്ള താരത്തെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ICUവിൽ പ്രവേശിപ്പിച്ചു. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിനത്തിൽ ഫീൽഡിംഗിനിടെയാണ് താരത്തിന് പരിക്കേറ്റത്. ഇന്ത്യ ഓസ്ട്രേലിയ T20 പരമ്പരയ്ക്ക് മറ്റന്നാൾ തുടക്കം. ഉച്ചയ്ക്ക് 1:45 ആദ്യ മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഏകദിന പരമ്പര നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഓസ്ട്രേലിയ. അവസാന മത്സരത്തിലെ തകർപ്പൻ ജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യക്കെതിരായ T20 പരമ്പരയ്ക്കിറങ്ങുന്ന ഓസ്ട്രേലിയക്ക് തിരിച്ചടി. സ്പിന്നർ ആദം സാംബ ആദ്യ മത്സരത്തിൽ നിന്ന് പിന്മാറി. വ്യക്തിപരമായ കാരണങ്ങളെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് വിശദീകരണം. ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരവും സാംബയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് ആഷസ് പരമ്പരയുടെ ആദ്യ മത്സരം നഷ്ടമാകുമെന്ന് റിപ്പോർട്ട്. കമ്മിൻസിന് പകരം സ്റ്റീവ് സ്മിത്ത് ടീമിനെ നയിക്കും. നവംബർ 21 പെർത്തിലാണ് ആഷസിലെ ആദ്യ മത്സരം. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിലെ ആദ്യ സെമി ഫൈനൽ മത്സരം മറ്റന്നാൾ. ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വൈകിട്ട് 3 മണിക്കാണ് മത്സരം. 2-ാം സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. മത്സരം ഈ മാസം 30-ന്. ഇന്ത്യയിലെത്തിയ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇരയെ പഴിക്കുന്ന പരാമർശം നടത്തി മധ്യപ്രദേശ് മന്ത്രി. താരങ്ങൾക്കും അധികൃതർക്കും ഇതൊരു പാഠമാണെന്നും ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങിയ വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ താരങ്ങൾ അറിയിക്കണമായിരുന്നുവെന്നും മന്ത്രി കൈലാഷ് വിജയവർഗിയ പറഞ്ഞു. പ്രസ്താവനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനും ബേൺമൌത്തിനും ജയം. പോയിന്റ് പട്ടികയിൽ 1-ാമതുള്ള ആഴ്സണൽ എതിരില്ലാത്ത 1 ഗോളിന് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു. ബേൺമൌത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ 2 ഗോളിനാണ് തകർത്തത്. ജയത്തോടെ ബേൺമൌത്ത് ലീഗിൽ 2-ാമതെത്തി. മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ലയോട് തോറ്റു. ലാലിഗയിൽ ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് റയൽ ബെറ്റിസിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. 16 പോയിന്റുള്ള അത്ലറ്റിക്കോ പട്ടികയിൽ 4-ാമതാണ്. 27 പോയിന്റുമായി റയൽ മാഡ്രിഡാണ് 1-ാം സ്ഥാനത്ത്.